ആളുകളുണ്ട്. ആലോചിക്കുക സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അവസരമാണ്. ചില നന്മകൾക്ക് ചില പ്രത്യേക തരത്തിലുള്ള ശ്രേഷ്ഠതകൾ കൊടുക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, മൻ സദ്ദ ഫുർജതൻ ഫീ സഫിൻ റഫഅഹു അല്ലാഹു ബിഹാ ദറജ വബനാ ലഹു ബൈതൻ ഫിൽ ജന്ന. വലിയൊരു കാര്യമാണ്, നമുക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കോവിഡിന്റെ അലയൊലികളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, നിയന്ത്രണങ്ങളൊക്കെ പിൻവലിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും സൊഫുകളിൽ ഒന്ന് ചേർന്ന് നിൽക്കാനും അടുത്ത് നിൽക്കാനും ഇപ്പോഴും എന്തോ ഒരു വൈമനസ്യം വീണ്ടും നമുക്ക് വിട്ടുപോകുന്നില്ല. ഈ ഹദീസ് ഒന്ന് കേട്ടോളൂ. മൻ സദ്ദ ഫുർജതൻ ഫീ സഫിൻ, ഒരു സൊഫ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ഒരു വിടവ് കണ്ടു, ഒട്ടി നിൽക്കാൻ ഒരു വിടവ് കണ്ടു. വിട്ടു നിൽക്കേണ്ടുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി നമ്മൾ ഇപ്പോൾ ഒട്ടി നിൽക്കേണ്ടുന്ന ഘട്ടത്തിലാണ്. അടുത്ത് നിൽക്കാൻ നമസ്കാരത്തിന്റെ കാലുകളാണ് അടുക്കുന്നത്. അങ്ങനെ ചേർന്ന് വന്ന് കാലുകൾ ചേർത്ത് നിൽക്കുന്ന അടുത്ത് വിടവുണ്ടെങ്കിൽ ആരെങ്കിലും ആ വിടവ് അവൻ അകറ്റിയാൽ, അത് ചേർന്ന് അങ്ങോട്ട് ഒത്തങ്ങോട്ട് നിന്നാൽ, അവന്റെ ദറജകൾ ഉയർത്തുകയാണ്. അവന്റെ ദറജ അല്ലാഹു ഉയർത്തുകയാണ്. നാളെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ താമസ സ്ഥലത്ത്, അല്ലാഹുവിന്റെ വിശിഷ്ട ഭവനങ്ങളുള്ള സ്ഥലത്ത്, അവിടെ യഥാ സ്വർഗത്തിൽ അവൻ ഒരു വീട് വെച്ചു കൊടുക്കുകയാണ്. എത്ര സുഹൃത്തുക്കളാണെന്നറിയോ പ്രശ്നം ഉണ്ടാക്കുക. വേറുള്ളതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒന്ന് അടുത്ത് നിന്നാ പറയും, ഇത്ര സ്ഥലമല്ലടോ, നീങ്ങിക്കടോ, എന്താ പള്ളിയിൽ വേറെ സ്ഥലമില്ല, എന്റെ കാലുമൊക്കെ തന്നെ നിൽക്കണോ? ചില വിവരദോഷികളും അന്തംഗമ്മികളും കൂടി എത്ര പറഞ്ഞു കൊടുത്താലും ഇത് മനസ്സിലാകുന്നില്ല. സ്ഥലമില്ലാഞ്ഞിട്ടല്ല, സൗകര്യമില്ലാഞ്ഞിട്ടല്ല. ആ വിടവുകൾ ശൈത്താനിന് കേറാനുള്ള സ്ഥലമാണ്. നമ്മുടെ നമസ്കാരത്തിനെ ബാത്തിലാക്കാനുള്ള പണി ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ആ വിടവുകൾ കാണുമ്പോ പരമാവധി അകറ്റാൻ, അത് വിടവില്ലാതിരിക്കാൻ വേണ്ടി എത്രയാണ് നബിതങ്ങളും സഹാബത്തൊക്കെ ഇമാമ് നിൽക്കുമ്പോ ഇടക്കിടക്ക് പറയും, സുഫൂഫക്കും, സൊഫ് ശരിയാക്കണം, വഅ്തദിലു, നിങ്ങൾ നേരെയാക്കണം, തറാസോ, നിങ്ങൾ ഗ്യാപ്പുകളില്ലാതെ നിൽക്കണം. എത്ര നിർദ്ദേശം കാണാൻ സാധിക്കും. ആ കാര്യത്തിൽ നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടാവട്ടെ. അത് വലിയ പുണ്യമായി സ്വർഗത്തിൽ ഒരു വീട് കിട്ടുന്ന കാര്യമായി പറഞ്ഞു. മറ്റൊരു കാര്യം കാണാൻ സാധിക്കുന്നു. ഉമ്മു ഹബീബ സൗജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ ഭാര്യയായിരുന്ന ഉമ്മു ഹബീബ ബീവി റളിയല്ലാഹു അൻഹ പറയാം, നബിന്റെ കൂടെ രാപ്പകലുകളിൽ ജീവിച്ച്, നബിന്റെ മജ്ലിസുകളിൽ ഇരുന്ന്, നബിന്റെ കുടുംബജീവിതം പങ്കുവച്ച, നബിന്റെ ജീവിതത്തിന്റെ പത്നിമാരായി ഭാര്യമായി വന്ന നമ്മുടെ ഉമ്മമാർ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരിൽപ്പെട്ട ആ ഉമ്മു ഹബീബ ബീവി പറയാ, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടു. എന്താ പറഞ്ഞത്? മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ അടിമ, യുസല്ലി ലികുല്ലി യൗമിൻ 16 റക്അതൻ തതവ്വുഅൻ ഗൈറ ഫരീള, ഫർള് നമസ്കാരത്തിന് പുറമെയുള്ള പ്രധാനപ്പെട്ട 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നമസ്കരിച്ചാൽ, 5 നേരത്തെ ഫർള് നമസ്കരിക്കുന്നതിന്റെ മഹത്വം ആരും ബോധ്യപ്പെടുത്തണ്ട. ഇവിടെ ഹദീസിൽ പറഞ്ഞത് സുന്നത്ത് നിസ്കാരത്തിന്റെ കാര്യ. നമ്മൾ സുന്നത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയാന്നറിയോ? അതൊരു സുന്നത്തല്ലേ, നിർബന്ധമൊന്നുമല്ലല്ലോ, അത് ചെയ്താ കൂലിണ്ട്, ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്ന നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ഈ ഹദീസ് അങ്ങ് പറഞ്ഞു കൊടുത്തു, ഒരു അടിമ തന്റെ ജീവിതത്തിൽ ഫർള് നമസ്കാരത്തിന് പുറമെ ആ 12 റക്അത്ത് സുന്നത്തായ റവാത്തിബ് നമസ്കാരങ്ങൾ നിർവഹിച്ചാൽ, ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, ആ കാരണം കൊണ്ട് ആ വ്യക്തിക്ക് അല്ലാഹു സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കും. ചെറിയ കാര്യമല്ല, സുന്നത്തസ്കാരാണ്, പക്ഷെ അതിന്റെ പ്രതിഫലം നോക്കൂ നിങ്ങൾ. ആ കാരണം കൊണ്ട് സ്വർഗത്തിൽ അവന് വീടുണ്ടാക്കി കൊടുക്കും. ഈ ഹദീസ് അങ്ങ് കേട്ടപ്പോ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്നോ ഇല്ല. എന്നാൽ ഈ ഹദീസ് കേട്ടതിന് ശേഷം അവർ പറയുകയാണ്, ഉമ്മു ഹബീബ ബീവി പറയാ, ഫമാ ബരിഹ്തു ഉസല്ലീഹിന്ന ബഅദ്, അതാണ് കേട്ടതിന് ശേഷം പിന്നെ സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് മാറ്റിവെക്കലല്ല. ഞങ്ങൾ ആ 12 റക്അത്തിന്റെ റവാത്തിബുകൾ പിന്നെ ഉപേക്ഷിക്കാറില്ല. ഈ ഹദീസ് കേട്ടപ്പോൾ വഖാല അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ബരിഹ്തു ഉസല്ലീഹിന്ന ബഅദ്, ഞാൻ ഒഴിവാക്കിയിട്ടില്ല. വഖാല നുഅമാൻ റളിയല്ലാഹു അൻഹു, സഹാബിയായ നുഅമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒഴിവാക്കിയിട്ടില്ല.
സഹാബ വനിതയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫമാ തറക്തു മുൻദു സമിഅതുഹുന്ന, അതങ്ങ് കേട്ടതിന് ശേഷം പിന്നെ ഞാൻ ആ സുന്നത്ത് നിസ്കാരങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. സുഹൃത്തുക്കളെ, നമ്മൾ എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് മാറ്റിവെക്കണത് എന്താണ്? ഇത്രക്ക് ശ്രേഷ്ഠമായ ആ റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ അത് വീട്ടിൽ വെച്ചാകുന്നത് മഹത്തരമാണ്. ഫർള് നമസ്കാരം കഴിഞ്ഞ് മറ്റെവിടേക്കും പോകാനില്ല, നേരെ വീട്ടിലാണ് പോകുന്നതെങ്കിൽ ആ നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ചാകുമ്പോൾ അവിടെയുള്ള ശൈത്വാനിന്റെ ശല്യം കുറക്കുവാനും അവിടെ ഇബാദത്തുകൾ കൊണ്ട് സജ്ജമാക്കാനും പറ്റുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക, നമസ്കാരത്തിൽ ശ്രദ്ധയുണ്ടാക്കുക. അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഒരു കാര്യം കൂടെ പറയുകയാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഒരു തമാശയാണെന്ന് വിചാരിക്കും, ചിലപ്പോൾ വിചാരിക്കും നിസ്സാരമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഓരത്ത് ഞാൻ അവർക്കൊരു വീട് വാഗ്ദാനം ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, സ്വർഗ്ഗത്തിന്റെ ഓരത്ത് ചാരത്ത് ഞാൻ അവർക്കൊരു വീട് വാഗ്ദാനം ചെയ്യുന്നു. ആർക്കാണ്? ലിമൻ തറക്കൽ മിറ, തർക്കം ഉപേക്ഷിക്കുന്ന വ്യക്തിക്ക്, വഇൻ കാന മുഹിഖ, സത്യം അവന്റെ പക്കത്താണെങ്കിൽ പോലും. സംഭവം സത്യം നമ്മുടെ ഭാഗത്താണ്, എന്നാലും ഒരു കച്ചറയും തർക്കവും ഒരാൾ ഒഴിവാക്കുന്നുവെങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനമുണ്ട്, ഓരത്തൊരു വീടുണ്ട്. ഒരു മനുഷ്യന് സ്വർഗത്തിന്റെ മധ്യത്തിലായിക്കൊണ്ട് ഏറ്റവും സുഖം നൽകുന്ന ഒരു കാഴ്ചയാണ്. ആ സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീടുണ്ട്. അതാർക്കാ? ലിമൻ തറക്കൽ കദിബ, കളവ് ഒഴിവാക്കുന്നവനാണ്. നുണ പറയൽ ഒഴിവാക്കലാണ്. കളവ് ജീവിതത്തിലും പെരുമാറ്റത്തിലും ഒഴിവാക്കുന്നവനാണ്. തമാശക്കാണെങ്കിൽ പോലും, ഒരു തമാശക്ക് നുണ അറിയാം, അതുപോലും ഒഴിവാക്കുന്നവനാണെങ്കിൽ, കളവ് ജീവിതത്തിൽ ഇല്ലാത്തവനാണെങ്കിൽ സ്വർഗത്തിന്റെ മധ്യഭാഗത്തവൻ ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ ഞാൻ വാഗ്ദാനം പറയുന്നു. ഹദീസിന്റെ അവസാനം കാണാം, വബിബൈത്തിൻ ഫീ അഅ്ലൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന ഉന്നതമായ സ്ഥലത്തൊരു വീടുണ്ടാക്കി കൊടുക്കും. ലിമൻ ഹസ്സന ഖുലുഖഹു, അവന്റെ സ്വഭാവം മേന്മയുള്ളതാക്കി മാറ്റിയാൽ. നല്ല സ്വഭാവത്തിന്റെ ഉടമയാണോ? പരലോകത്ത് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ ഉന്നതമായ ദറജകളിൽ ഒരു വീടുണ്ടെന്ന് ഞാൻ അവർക്ക് വാഗ്ദാനം തരാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത, വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ജീവിതത്തിലെ ഈ നിർദ്ദേശങ്ങളെ ഒന്ന് ശ്രമിക്കൂ സുഹൃത്തുക്കളെ. ഏതൊക്കെ രംഗത്ത് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും, ഏതെല്ലാം കാര്യങ്ങൾ നിസ്സാരമായി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നേട്ടം ഈ ദുനിയാവിലെ ആളുകളുടെ ഏതെങ്കിലും ഭംഗി വാക്കുകളെക്കാൾ വലുത് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളായ ഏറ്റവും സുഖകരമായ ആ ലോകം. അവിടെയാണ് മനുഷ്യ നിന്റെ സമ്പൂർണമായ ജീവിതം, അവിടെയാണ് മനുഷ്യ നിന്റെ സുഖമുള്ളത്, അവിടെയാണ് മനുഷ്യ നിന്റെ സ്വപ്നങ്ങൾ പൂവണിയുന്ന ലഹുമായ ആഗ്രഹിച്ചത് കിട്ടുന്ന സ്ഥലം, കൊതിച്ചത് നടക്കുന്ന സ്ഥലം, ഒരു കണ്ണും കാണാത്ത കേൾക്കാത്ത അനുഭവിക്കാത്ത സുഖങ്ങളുടെ പറുദീസ ആ സ്വർഗമാണ്. ദുനിയാവ് ഒരു സ്വർഗമായി നമ്മൾ കാണരുത്. ഇവിടെ സ്വർഗമായി കാണുന്നത് ദൈവനിഷേധികളാണ്. അവർ ഇവിടെ സുഖിക്കുന്നു, രമിക്കുന്നു, അടിപൊളിയാക്കുന്നു. നമ്മുടെ സ്വർഗം നാളെ റബ്ബിന്റെ കോടതിക്ക് ശേഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകം വിജയിക്കുന്ന സ്വർഗം നേടിയെടുക്കുന്ന അഹ്ലുകാരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.